ശബരിമലയിൽ ആദ്യത്തെ 2 ദിവസമുണ്ടായിട്ടുള്ള ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് ഇപ്പോൾ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൂടി ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുഗമമായ അയ്യപ്പ ദർശനമാണ് എല്ലാ ഭക്തന്മാർക്കും സാധ്യമാവുന്നത്. ശബരിമല ADM ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പോൾ ഇന്ന് എല്ലാ വകുപ്പ് മേധാവികളുടെയും നേതൃത്വത്തിലൊരു യോഗം ചേർന്നു. അതിൽ കൃത്യമായ രീതിയിൽ അവലോകനം. ഇനി ഇത്തരത്തിൽ ഭക്തന്മാരുടെ എണ്ണം കൃത്യമായി പരിമിതപ്പെടുത്തുക, അല്ലെങ്കിൽ 75,000 എന്നുള്ള രീതിയിൽ ക്രമപ്പെടുത്തുക എന്നുള്ളതാണോ യോഗത്തിലെ തീരുമാനം? തീർച്ചയായിട്ടും ഇപ്പോൾ ഭക്തന്മാരുടെ എണ്ണം ക്രമപ്പെടുത്തിയത്, സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ക്രമപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇപ്പോൾ ശബരിമലയിലെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തുടക്കത്തിലെ പോരായ്മ പരിഹരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. എല്ലാ ഭക്തർക്കും സുരക്ഷിതമായിട്ടുള്ള സുഗമമായിട്ടുള്ളൊരു ദർശനം നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. ഇന്നത്തെ അവലോകന യോഗത്തിൽ എല്ലാ വകുപ്പുകളും, ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും പങ്കെടുത്തിരുന്നു. അതിലെല്ലാ വകുപ്പുകളും ഒരു കൂട്ടായി വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഭക്തരുടെ ഒരു മെച്ചപ്പെട്ട ഒരു ദർശനം ഏർപ്പെടുത്തുന്നതിന് പല നിർദ്ദേശങ്ങളും പല വകുപ്പുകളും മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതൊരു ടീം എഫേർട്ടായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള കോർഡിനേഷനോട് കൂടി കൃത്യമായിട്ടുള്ള സമയത്ത് പൂർത്തീകരിച്ചുകൊണ്ട് വരുന്ന എല്ലാ ഭക്തർക്കും ഒരു സുരക്ഷിതവും സുഗമമായിട്ടുള്ള ദർശനം ഉറപ്പാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. പ്രധാനമായി ഇപ്പോൾ നിലയ്ക്കലിൽ ഒരു പോയിന്റായി ക്രമപ്പെടുത്തി കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്നുള്ള ഔട്ട്ഫ്ലോ അനുസരിച്ച് അവിടെ നിന്ന് ആളുകളെ കയറ്റിവിടുക എന്നുള്ളതാണോ പ്രധാനമായി? ഇപ്പോൾ ആ രീതിയിലുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ പ്രാഥമികമായി ഏർപ്പാടാക്കിയിരിക്കുന്നത്. അതെ, നിലവിൽ സ്പോട്ട് ബുക്കിംഗ് നമ്മൾ നിലയ്ക്കലേക്ക് മാറ്റിക്കഴിഞ്ഞു. പമ്പയിൽ നിന്നും നിലയ്ക്കലാണ് നമ്മുടെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടെ അങ്ങനെയാണ്. അപ്പോൾ നിലയ്ക്കലാണ് നമുക്ക് ഏറ്റവും ആളുകളെ അബ്സോർബ് ചെയ്യാനുള്ള ഏരിയയും ഉള്ളത്. പമ്പയിലും സന്നിധാനത്തും പരിമിതികളുണ്ട്. അപ്പോൾ സന്നിധാനത്തെ തിരക്കനുസരിച്ചുകൊണ്ട് ഒരു സ്റ്റാഗേർഡ് മാനറിൽ പമ്പയിൽ നിന്നും നിലയ്ക്കലിൽ നിന്നും ഭക്തരെ കടത്തി വിട്ടുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ നിലയ്ക്കലും പമ്പയിലും ആവശ്യത്തിലുള്ള ഭക്തരെ തിരക്കില്ലാത്ത രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്നത്. ഈ നിലയ്ക്കലിൽ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന സമയത്ത് പ്രധാനമായി ഭക്തന്മാരും അതുപോലെ തന്നെ പൊതുവിലുള്ള ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദഗ്ധരായിട്ടുള്ള ഒരുപാട് വർഷം ഇവിടെ വന്നുപോയവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത്, വാഹനങ്ങൾ തടയുമ്പോൾ വെള്ളവും വെളിച്ചവും ഇല്ലാത്ത രീതിയിൽ പലയിടങ്ങളിലും, അതായത് ഇപ്പോൾ ഇലവെങ്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിലയ്ക്കലെത്തുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കും. രാത്രി സമയങ്ങളൊക്കെ ആകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലൊരു ഇന്ന പോയിന്റുകളായി അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ നിലയ്ക്കൽ മുതൽ ഇലവുങ്കൽ ഭാഗത്തേക്ക് രാത്രികാലങ്ങളിൽ ഒരു വലിയ തോതിൽ വാഹനങ്ങൾ തടയണ്ട എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. കാരണം രാത്രികാലങ്ങളിൽ വന്യജീവികൾ ഉൾപ്പെടെ ഇറങ്ങാൻ ഒരു അവസരം അവിടെയുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഒരു സ്ലോ മൂവ്മെൻറ്റ്, അത്രയും തിരക്ക് വരികയാണെങ്കിൽ ഒരു സ്ലോ മൂവ്മെൻറ്റ് വരാനും, മാത്രമല്ല നിലയ്ക്കലിൽ നമുക്കിപ്പോൾ 8,000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ സുരക്ഷിതമായിട്ട് തന്നെ ഭക്തർക്ക് അവിടെ പാർക്ക് ചെയ്യാം. അവരുടെ സമയത്തിനനുസൃതമായിട്ട് അവർക്ക് പമ്പയിലേക്കും അതുപോലെ തന്നെ സന്നിധാനത്തേക്കും വരാനുള്ളൊരു സൗകര്യമുണ്ട്. പകൽ സമയങ്ങളിലും മറ്റും നമുക്ക് ഇതിനിടയ്ക്ക് നമുക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ ആവശ്യമെങ്കിൽ, തിരക്ക് കൂടുതലാണ്, നമുക്ക് ഈ ഒരു വാഹനങ്ങളുടെ നിര കൂടുതലായിട്ട് വരികയാണെങ്കിൽ അത് അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പാടാക്കുന്നു. പറയുന്ന പമ്പ കടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള സ്ഥലത്തും കുടിവെള്ള വിതരണം ചെയ്യുന്നവരുടെ എണ്ണം കൂട്ടാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊരു തീരുമാനം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഇപ്പോൾ 400-ലധികം സ്റ്റാഫാണ് നമുക്ക് കുടിവെള്ള വിതരണത്തിനായിട്ട് സന്നിധാനം മരക്കൂട്ടം മുതൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു ഷിഫ്റ്റിൽ ഏകദേശം 189 ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും കുടിവെള്ളവും ബിസ്ക്കറ്റും വിതരണം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ നമ്മൾ നേരിട്ടും പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്തരിൽ നിന്നും അങ്ങനെ ഒരു പരാതികളൊന്നും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു ഏകോപനത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. തിരക്ക് കൂടുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ എണ്ണം കൂട്ടാനുള്ള ആലോചന? അതെ, നമ്മളൊരു ബഫർ സർവീസ് പോലെ ഒരു ജീവനക്കാരുടെ ഒരു ബഫർ പൂൾ കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും നിമിഷത്തിൽ തിരക്ക് കൂടുതലാണ്, നമുക്ക് കൂടുതലായിട്ട് വിന്യസിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ആ ബഫർ പൂളിൽ നിന്നുള്ള ജീവനക്കാരെ കൂടി നിയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആളുകൾക്ക് കുടിവെള്ളവും അതുപോലെ തന്നെ സ്നാക്സ്, ബിസ്ക്കറ്റ് പോലെയുള്ള സ്നാക്കുകളും ലഭ്യമാക്കാനുള്ള ഒരു സൗകര്യം കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പമ്പയിൽ ഉൾപ്പെടെ ഈ ബയോ ടോയ്ലറ്റുകളുടെ ഒരു അപര്യാപ്തത പ്രധാനമായും ഭക്തർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി അതിൽ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിലായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലും അടിയന്തരമായ ഒരു ഇടപെടലുണ്ടാവും. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ട്രെക്കിംഗ് പാതയിൽ, സ്വാമിയപ്പൻ റോഡിലും അതുപോലെ തന്നെ നീലിമല അപ്പാച്ചിമേട് ട്രെക്കിംഗ് പാതയിലും നമ്മൾ ബയോ ടോയ്ലറ്റുകൾ ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി പൂർണ്ണമായിട്ടും സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ പമ്പയിൽ കുറച്ച് ബയോ ടോയ്ലറ്റുകൾ കണക്ഷൻ ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് വരുന്നത്. ആക്ച്വലി അത് അവിടെ വെക്കേണ്ട ബയോ ടോയ്ലറ്റുകളല്ല, അത് ബഫറായിട്ട് നമ്മൾ കൊണ്ടുവച്ചതാണ്. അതായത് ഇപ്പോൾ മണ്ഡല
വിളക്ക് വരുന്ന സമയത്ത്, മകരവിളക്ക് വരുന്ന സമയത്ത് കൂടുതൽ ബയോ ടോയ്ലറ്റുകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ പരത്തുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പോൾ അത് കണക്ഷൻ ഇല്ലാതെ വെച്ചിരിക്കാൻ കാരണം അത് ബഫറായിട്ട് എക്സ്ട്രാ കൊണ്ട് വെച്ചിരിക്കുന്ന ബയോ ടോയ്ലറ്റാണ്. പക്ഷേ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് അവിടെ നിന്ന് നീക്കം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭക്തർ കൂട്ടത്തോടെ നിൽക്കാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം തന്നെ ബയോ ടോയ്ലറ്റുകൾ ഇന്ന് പൂർണ്ണ തോതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ക്ലീനിങ് എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടും ദേവസ്വം ബോർഡിൽ നിന്നൊരു സ്പെഷ്യൽ സൂപ്പർവൈസേഴ്സിനെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. 12 സ്ട്രെച്ചുകളിലായിട്ടാണ് അവരെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വിശുദ്ധി സേനാ അംഗങ്ങളോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ സൂപ്പർവൈസേഴ്സ് കൂടി ഇത് എൻഷുവർ ചെയ്യുന്നതായിരിക്കും. സത്യത്തിൽ ഇന്നത്തെ ഈ അവലോകന യോഗത്തോടു കൂടി പ്ലാൻ എയും പ്ലാൻ ബിയും ഇനി വേണ്ടി വന്നാൽ പ്ലാൻ സിയും എല്ലാം ഈ പറയുന്ന എല്ലാ ടീമിൻ്റെയും ഭാഗമായി തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഭക്തർ ഇവിടേക്ക് വരുമ്പോൾ കഴിഞ്ഞ വർഷം വളരെ സുഗമമായിട്ടാണ് നമ്മുടെ തീർത്ഥാടന കാലം കടന്നു പോയത്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ വരുന്ന ഓരോ ഭക്തനെയും സുരക്ഷിതമായിട്ട് ദർശനം കഴിഞ്ഞ് വീടുകളിലേക്ക് മടക്കി അയക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു നല്ല ടീം എഫേർട്ടോടു കൂടി മുന്നോട്ടേക്ക് പോകാം എന്നുള്ള ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ് ഇന്നത്തെ അവലോകന യോഗത്തിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും സർവ്വസജ്ജം എന്നുള്ളതാണ് ADMൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെ വ്യക്തമാവുന്നത്. ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ജനക്കൂട്ടം ഒന്നായി തന്നെ ശബരിമലയിലേക്ക് എത്തിയാലും അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഇതിനകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ സന്നിധാനം.